മനുഷ്യത്വം എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു ഹൃദയസ്പർശിയായ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. വൈദ്യുതാഘാതമേറ്റ് ബോധരഹിതനായ 6 വയസ്സുകാരന് സംഭവിച്ച ഞെട്ടിക്കുന്ന ഒരു അനുഭവമാണിത്. കഴിഞ്ഞ മാസം ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് റോഡിനരികിൽ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും 6 വയസ്സുകാരന് ഷോക്കേൽക്കുന്നത്. ഷോക്കേറ്റ ഉടൻ തന്നെ കുട്ടി ബോധരഹിതനായി വീഴുകയായിരുന്നു. ഇത് കണ്ട പരിഭ്രാന്തരായ മാതാപിതാക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് മാതാപിതാക്കൾ കുട്ടിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടാൻ തുടങ്ങി. ഇത് കണ്ട ഒരു ദൈവദൂതനെ പോലെ അവിടേക്കെത്തിയ ഒരു വനിതാ ഡോക്ടർ അവരുടെ അടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. തുടർന്ന് പരിഭ്രാന്തരായ മാതാപിതാക്കളോട് കാര്യം തിരക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഡോക്ടർ കുട്ടിയെ ഉടൻ തന്നെ റോഡിൽ കിടത്താൻ ആവശ്യപ്പെട്ടു. തുടർന്ന് CPR നൽകി കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. 5 മിനിറ്റോളം കുട്ടിക്ക് CPR നൽകിക്കൊണ്ടേയിരുന്നു. ഡോക്ടർ CPR നൽകുന്ന വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. വീഡിയോയിൽ വനിതാ ഡോക്ടർ കുട്ടിയുടെ നെഞ്ചിൽ കൈവച്ച് ശക്തമായി അമർത്തുന്നതും മറ്റുള്ളവർ സഹായിക്കുന്നതും കാണാം. നിരന്തരമായ ഡോക്ടറുടെ ശ്രമത്തിനൊടുവിൽ ഒരു പുനർജന്മം എന്ന പോലെ ആ കുട്ടിക്ക് ഒടുവിൽ ജീവൻ തിരിച്ചു കിട്ടി. തുടർന്ന് ഉടൻ തന്നെ ഒരു ബൈക്കിൽ കയറ്റി കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. തക്ക സമയത്ത് പ്രാഥമികമായ ശുശ്രൂഷ നൽകാൻ കഴിഞ്ഞതാണ് കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടാൻ കാരണമായതെന്ന് ഡോക്ടർമാരും പറഞ്ഞു. ഇല്ലെങ്കിൽ ഹൃദയസ്തംഭനത്തിലേക്ക് കടന്ന് കുട്ടിക്ക് മരണം വരെ സംഭവിക്കാമായിരുന്നുവെന്നും ഡോക്ടർമാർ പറഞ്ഞു. വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ഡോക്ടറെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ആ ഡോക്ടർ ഞങ്ങളുടെ ദൈവമാണെന്നായിരുന്നു മാതാപിതാക്കളുടെ പ്രതികരണം. എന്തായാലും നടു റോഡിൽ വെച്ച് ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച് താരമായി മാറിയിരിക്കുകയാണ് ഡോക്ടർ രവാലി ഇപ്പോൾ. ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ച ആദ്യ 6 മിനിറ്റിനുള്ളിൽ CPR നൽകാൻ കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നും ഡോക്ടർ രവാലി പറഞ്ഞു. എങ്ങനെ CPR നൽകാമെന്നത് സാധാരണക്കാരായ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ടെന്നും ഡോക്ടർ രവാലി പറഞ്ഞു. എന്തായാലും ഡോക്ടർ രക്ഷിച്ച കുട്ടി ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാൻ തന്നെയാണ്. എന്തായാലും ആ ഡോക്ടർ ചെയ്ത ഒരു നല്ല പ്രവൃത്തി കാരണം ഒരു കുട്ടിയുടെ ജീവനാണ് രക്ഷപ്പെട്ടത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.